ഫ്രാൻസിൽ നോക്കുമ്പോ കമ്പയർലി കുറവാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ സ്കാം ആയിരിക്കും, യൂണിവേഴ്സിറ്റി സ്കാം ആയിരിക്കും എന്നും പറഞ്ഞ് യൂണിവേഴ്സിറ്റി എടുത്ത് നോക്കിയപ്പോഴാണ്, യൂണിവേഴ്സിറ്റി റാങ്കിങ്ങും എല്ലാം നോക്കിയപ്പോഴാണ് ഓക്കെ ഫ്രാൻസ് ഈസ് ഓൾസോ എ ഗുഡ് ഓപ്ഷൻ, ജസ്റ്റ് നോട്ട് UK ഓർ കാനഡ. അല്ലെങ്കിൽ തന്നെ ഫ്രാൻസ് നമ്മൾ പറയുമ്പോൾ ബിസിനസ് സ്കൂൾസ് മാത്രമേ വരാറുള്ളൂ. ഇതാണ് എന്റെ വില്ലേജ്. ഓ ഇന്ന് ഹാപ്പി വുമൻസ് ഡേ. അത് ഞാനല്ലേ പറയണ്ടേ. ഫ്രാൻസില് പാരീസില് ഫ്രീ ആയിട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന 2 പേരുടെ കൂടെയാണ് ഞാനെന്നുള്ളത്, ഗോപികയും അപർണയും. ഹലോ. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്, കുറെ അധികം പേര് ചോദിച്ചിട്ടുണ്ട് ഫ്രാൻസിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഒന്നും ഇല്ലേ, ഇവിടെ പഠിക്കുന്നവരാരും അറിയത്തില്ലെന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യാറുള്ളത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലെ പിള്ളേർ വെച്ചിട്ടാണ്. ഞാനും പഠിച്ചത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. സോ അതുകൊണ്ട് ഇന്നൊരു വീഡിയോ ചെയ്യാൻ പോവുകയാണ്. കുറെ പേര് ചോദിച്ച വീഡിയോ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഇവര് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്താണ് അല്ലേ, റെസിഡൻസ് യൂണിവേഴ്സിറ്റി. ഇവരുടെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സ്റ്റേ ചെയ്യുന്ന ഒരു ലൊക്കേഷനാണിത്. അതിനെ പറ്റിയിട്ടും ഇവർ പഠിക്കുന്നതിനെ പറ്റിയിട്ടും എങ്ങനെ അഡ്മിഷൻ കിട്ടുന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഇവര് വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും. മുമ്പായിട്ട് ഞാൻ പാരീസിലാണ്. പാരീസിൽ നിന്ന് ഇപ്പം ഒരു 40 മിനിറ്റ്സ് ഉണ്ട് ഇങ്ങോട്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം അല്ലേ, ഓർസെ എന്ന് പറഞ്ഞ സ്ഥലം. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. ഭയങ്കര ഒരു ഒച്ചയും ബഹളവും ഒന്നുമില്ല. ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ മൈക്ക് മറന്നുപോയായിരുന്നു. ഒരു സൗണ്ടും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അടിപൊളിയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിക്കാം. അതിന്റെ കൂട്ടത്തില് നമ്മൾ കുറച്ച് കഥകളും പറയുന്നുണ്ടായിരിക്കും. ഇവർ താമസിക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലേക്ക്? അടുത്തായിട്ട് തന്നെയാണ്. ഞങ്ങൾക്ക് ഒരു ബസ് മാത്രം കയറിയാൽ മതി. ലൈക് 10 മിനിറ്റ്സ് അത്രേ ഉള്ളൂ. 10 മിനിറ്റ്സേ ഉള്ളൂ. പാരീസ് സൈക്കിളിയുടെ കുറെ ക്യാമ്പസുകളുണ്ട്. ഇവിടെ അടുത്തായിട്ട് തന്നെ അവരുടെ മെയിൻ ക്യാമ്പസ് ഉണ്ട്. ഇവിടെ പഠിക്കുന്നത് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ഫാർമസിയിലാണ്. ഫാർമസി ഫാക്കൽറ്റി ഓഫ് ഫാർമസിയിലാണ് ഞാൻ പഠിക്കുന്നത്. ഇവിടുത്തെ ഇന്റർനാഷണൽ പ്രോഗ്രാം തന്നെയാണത്. പിന്നെ അത് പക്ഷെ വരുന്നത് മെയിൻ ക്യാമ്പസിലല്ല. ഞങ്ങളുടെ ഒരു പുതിയ ബിൽഡിംഗ് തുടങ്ങിയിട്ടുണ്ട്, പ്ലാറ്റ്യൂല് ആയിട്ട് പറയും. അപ്പൊ അവിടെയാണ് ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നത്. ഇന്ത്യൻ ക്ലാസ് അവിടെയാണ് നടക്കുന്നത്, മെയിൻ ക്യാമ്പസ് അല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിനടുത്ത് തന്നെയാണ്. അപ്പം അടുത്ത് മിനിറ്റ്സ്. മഞ്ഞ് പെയ്തപ്പോ ഞങ്ങൾ നടന്നായിരുന്നു വന്നത്, ബസ് ഇല്ലാത്തതുകൊണ്ട്. അത്ര ദൂരേ ഉള്ളൂ. അത് ഫ്രാൻസിലെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വരികയാണെങ്കിൽ അക്കോമഡേഷൻ അടുത്ത് തന്നെ കിട്ടും, അധികം ദൂരമൊന്നും ഇല്ലാതെ കിട്ടും. അവർക്ക് പ്രിഫറൻസ് ഉണ്ടാവും. അതെ, ക്രൂസിലേക്ക് അടുത്ത് തന്നെ കിട്ടും. പിന്നെ അക്കോമഡേഷന് നമ്മൾ എന്തെങ്കിലും പൈസ കൊടുക്കണം? ഇവിടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഒരു അറൌണ്ട് 180 euros. അത് കഴിഞ്ഞിട്ട് മന്ത്ലി ഒരു 330-350 euros. വിത്തൗട്ട് ക്യാപ് ആണ്. വിത്തൗട്ട് ക്യാപ്. വിത്ത് ക്യാപ് ആണെങ്കിൽ 200. ഓക്കെ, അതായത് അക്കോമഡേഷന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ 150 euro ഡെപ്പോസിറ്റ് എടുക്കണം, വിച്ച് ഈസ് നോർമൽ. അതായത് എനിക്ക് അക്കോമഡേഷന്റെ ഡെപ്പോസിറ്റ് 500 euro ആണ് വരുന്നത്. പിന്നെ റെന്റ് എന്ന് പറയുന്നത് 330 euro റെന്റ് വരുന്നു, ആ ഒരു ആവറേജിൽ വരുന്നു. ക്യാഫ് കിട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു 150 euro, വിച്ച് ഈസ് അടിപൊളി. അടിപൊളിയാണ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഓഫീസ് എന്നല്ലേ? അല്ലെ, വില്ലേജ് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ ഓക്കെ. ആ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, മഹാത്മാഗാന്ധി കോളേജിൽ അവരുടെ യൂണിവേഴ്സിറ്റിയിൽ ഓരോരോ ഇതിനും ഓരോ പേരുണ്ട്. നിള, രേവതി, അങ്ങനെ അതുപോലെ ഓരോരോ ഇതല്ലേ. ഓക്കെ, നൈസ്. അപ്പൊ ഞാൻ ഇപ്പോൾ ഉള്ളതുണ്ടല്ലോ, ഇവർ താമസിക്കുന്ന ക്രൂസ് എന്ന് പറഞ്ഞ ഒരു അക്കോമഡേഷന്റെ ഓഫീസിന് മുമ്പിലാണ്. നമ്മൾ നേരത്തെ കണ്ട ഒരു ബിൽഡിങ്ങിന്റെ അകത്താണുള്ളത്. അടിപൊളിയാണ്. രണ്ടുപേരും എങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യമായിരിക്കും നിങ്ങൾക്ക് അറിയേണ്ടത്, അത് പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ വേറൊരു കാര്യമുള്ളത്, ഞാൻ മൈക്ക് എടുക്കാൻ വിട്ടുപോയത് കൊണ്ട് എനിക്ക് സൗണ്ട് കുറച്ച് കുറവായിരിക്കും. ഈ ഒരു ക്യാമറയുടെ മൈക്ക് വെച്ചാണ് നമ്മൾ വീഡിയോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര കൂൾ ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് അധികം ഒച്ച വെക്കേണ്ടി വരുന്നില്ല. അപ്പൊ ഇത് വില്ലേജ് 3. അപ്പൊ അടിപൊളിയാണല്ലോ. സ്പ്രിംഗ് ആയി പാരീസില്, ഫ്രാൻസില്, യൂറോപ്പില് മൊത്തം സമ്മർ ക്ലൈമറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഒന്നുമില്ല. ഇതെന്താ, ഇത് നിങ്ങൾ ഇതിൽ പോയിട്ടുണ്ടോ? ഫോറസ്റ്റ് ഏരിയ, പ്രൊഹിബിറ്റഡ്. പക്ഷെ ഈ സിനിമാസിലൊക്കെ കാണുന്ന പോലെ അല്ലേ, സീരീസിൽ കാണുന്ന പോലെ. ഓ അത് ഞാനല്ലേ പറയണ്ടേ. ഹാപ്പി വുമൻസ് ഡേ. ഗോപിക, ഹാപ്പി വുമൻസ് ഡേ. സംഭവം ഞാനിത് വരുന്നതിന് മുമ്പ് പറയാനെന്ന് ഓർത്താ,
പറയണമെന്ന് ഓർത്താ, പക്ഷെ അത് ശരി. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ നിന്നും പുറത്തേക്ക് പഠിക്കാൻ പോകണം, പ്രത്യേകിച്ച് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒന്നും അധികം പൈസ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല, എന്നാലും പുറത്തു പോയി പഠിക്കണം, പബ്ലിക്കിൽ പോകണം എന്നുണ്ടെങ്കിൽ അപ്പം ഫ്രാൻസ് അധികം നമ്മുടെ മനസ്സിലേക്ക് വരത്തില്ല. അത് പക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് എങ്ങനെയാ വന്നത്? പറഞ്ഞതുപോലെ ട്യൂഷൻ ഫീസ് ആണ് ആദ്യം നമ്മൾ നോക്കുമ്പോ, ഓരോ വെബ്സൈറ്റ് നോക്കുമ്പോ അതിന്റെ അകത്ത് കമ്പയർ ചെയ്യാൻ പറ്റും. ട്യൂഷൻ ഫീസ് വെച്ച് സെയിം കോഴ്സ് ട്യൂഷൻ ഫീസ് നല്ല ഇതായിരിക്കും. അപ്പൊ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യം ട്യൂഷൻ ഫീസ് നോക്കി. അപ്പൊ ഫ്രാൻസിൽ നോക്കുമ്പോ കമ്പയർലി കുറവാണ്. അപ്പൊ ഞാൻ ഓക്കെ സ്കാം ആയിരിക്കും, യൂണിവേഴ്സിറ്റി സ്കാം ആയിരിക്കും എന്നും പറഞ്ഞ് യൂണിവേഴ്സിറ്റി എടുത്ത് നോക്കിയപ്പോഴാണ്, യൂണിവേഴ്സിറ്റി റാങ്കിങ്ങും എല്ലാം നോക്കിയപ്പോഴാണ് ഓക്കെ ഫ്രാൻസ് ഈസ് ഓൾസോ എ ഗുഡ് ഓപ്ഷൻ, ജസ്റ്റ് നോട്ട് UK ഓർ കാനഡ. ഗോപികയുടെ കാര്യം അതേപോലെ ഞാനും ഇങ്ങനെ കുറെ റിസർച്ച് നടത്തിയിരുന്നു മാസ്റ്റേഴ്സ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ്, ലൈക് ഏത് കൺട്രി ഏത് പ്രോഗ്രാം എന്നൊക്കെ. അപ്പോ ഞാൻ മിക്ക UK കാനഡ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ഫീസ് തന്നെ വരുന്നുണ്ട്. ഒരു നല്ല ലെവലിൽ ലൈക് നല്ല റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റി എല്ലാം നല്ലൊരു ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷെ ജർമ്മനി ഫ്രാൻസ് നോക്കുമ്പോൾ അവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റി ഫ്രീ ആണ്. അപ്പൊ എനിക്ക് തോന്നി ജർമ്മനിയും ഫ്രാൻസും ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ. ലൈക് ഇവൻ ജർമ്മനി എഞ്ചിനീയേഴ്സിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. പക്ഷേ ജർമ്മനിയിൽ ഞാൻ വന്നിട്ട് കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ജർമ്മൻ മാർക്കറ്റ് ആയാലും എല്ലാം ജോബ് മാർക്കറ്റ് കുറച്ച് കോമ്പറ്റീറ്റീവ് ആണ്. പിന്നെ ജർമ്മൻ ലാംഗ്വേജ് റിക്വയർമെന്റ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അവിടെ. പക്ഷെ ഞാൻ ഫ്രാൻസ് നോക്കിയപ്പോൾ മിക്ക കോഴ്സുകൾക്കും അവർ ഫ്രഞ്ച് ലാംഗ്വേജ് റിക്വയർമെന്റ് ആയിട്ട് പറയുന്നില്ല. അപ്പോ അതെനിക്കൊരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തോന്നി. അപ്ലൈ ചെയ്യാം, പിന്നെ ഫീസും ഇല്ല. അതായത് ജർമ്മനിയിൽ നമ്മൾ പഠിക്കാൻ പോകണമെങ്കിൽ നമ്മൾ ജർമ്മൻ പാസ് ആകണം, ജർമ്മൻ B2 B അത്ര എന്താ ലെവൽ വേണം. പക്ഷെ ഫ്രാൻസിൽ അതൊന്നും വേണ്ട അല്ലേ? വേണ്ട, നമുക്ക് IELTS അല്ലെങ്കിൽ ടോപ്പ് ഇംഗ്ലീഷ് ആണ് ഇവിടെ വേണ്ടത്. ആക്ച്വലി ഫ്രഞ്ച് റിക്വയർമെന്റ് ലൈക്ക് നിങ്ങൾക്ക് ഫ്രഞ്ച് കോഡ് പഠിക്കണമെങ്കിൽ മാത്രമേ മതി. പക്ഷെ എനിക്ക് തോന്നുന്നു ഫ്രാൻസിലെ എല്ലാ പബ്ലിക് യൂണിവേഴ്സിറ്റികളിലും ഇതുപോലെ ഒരു ഓപ്ഷൻ ഇല്ല. സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇതുപോലെ ഇംഗ്ലീഷിൽ വന്ന് ഇന്റർനാഷണൽ പിള്ളേർക്ക് പഠിക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. അതിൽ ഒന്നാണ് നിങ്ങൾ പഠിക്കുന്ന പാരീസ് സാക്ലേ യൂണിവേഴ്സിറ്റി. നമ്മുടെ ഫ്രാൻസിലെ ടോപ്പ് 1 ആണ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ വരുമ്പോ. വേൾഡിൽ 12th ആണ്. നിങ്ങളുടെ കൂടെ പഠിക്കാൻ മലയാളീസോ അല്ലെങ്കിൽ ഇന്ത്യക്കാരോ ഉണ്ടോ? എന്റെ ക്ലാസ്സിൽ ഒരു ഇന്ത്യൻ കുട്ടിയുണ്ട്, ഞാനും വേറൊരു ഇന്ത്യൻ കുട്ടിയും, ബാക്കി എല്ലാം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് എന്റെ ക്ലാസ്സിലും. ഞാനും ഇതിനു മുമ്പും സംസാരിച്ചവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ, പക്ഷെ അവരും പറഞ്ഞ സെയിം കാര്യമാണ്, മലയാളീസ് വളരെ കുറവാണ്. മലയാളിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ ക്ലാസ്സിൽ. യൂണിവേഴ്സിറ്റിയിൽ വളരെ കുറവാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയില്, കാരണം ആർക്കും അത്ര അറിയത്തില്ല. ഫ്രാൻസിൽ ഇങ്ങനെ പബ്ലിക് ജർമ്മനിയെ പറ്റി എല്ലാരും പറയുന്നുണ്ട്. ഫ്രാൻസിലെ കാര്യം അല്ലെങ്കിൽ തന്നെ ഫ്രാൻസ് നമ്മൾ പറയുമ്പോൾ ബിസിനസ് സ്കൂൾസ് മാത്രമേ വരാറുള്ളൂ. ഇതാണ് എന്റെ വില്ലേജ്. ഇതിൽ കയറാൻ പറ്റും. ഇപ്പൊ നമുക്ക് ആദ്യം അപർണയുടെ വില്ലേജ് എന്ന് പറയുമ്പം ഇതൊക്കെ നിങ്ങളുടെ ഇതിൽ വരുന്നതാണ് അല്ലെ? എക്സ്ട്രാ ഫീസ് ഉണ്ടോ? ലോണ്ടറി എക്സ്ട്രാ കൊടുക്കും, 4 euros. അത് വൺ ടൈം വാഷിംഗിനാണോ? അത് വൺ ടൈം വാഷിംഗ്. ഞാനും പുറത്തു കൊടുത്ത് 4 euro 1 euro ഉണക്കാനൊക്കെയാണ്. അതിൽ കയറാൻ പറ്റുമോ സ്റ്റഡി റൂമില്? അപ്പൊ ആരും പഠിക്കുന്നില്ല? എക്കോ കുഴപ്പം. വില്ലേജ് 1 അടിപൊളിയല്ലേ? ഇതാണ് ഓൾഡസ്റ്റ് വില്ലേജ്. വില്ലേജ് 1 ഗോപിക സ്റ്റേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ അക്കോമഡേഷനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്കിനി മെയിൻ ടോപ്പിക്ക് എനിക്ക് തോന്നുന്നു വീഡിയോ കാണുന്നവർ പാരീസിലേക്ക് വരണം, പബ്ലിക്കിൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെന്തായാലും അറിയണം അവർക്ക് എത്ര മാർക്ക് വേണം. ഞായറാഴ്ച ഫുൾ. ഇത് ശനിയാഴ്ച ഒക്കെ ആയതുകൊണ്ടാണോ ഇവിടെ ഇത്ര ആളില്ലാത്തത്? വെള്ളി ശനി ഞായറൊന്നും ഇവിടെ അങ്ങനെ ആരും കാണാറില്ല. എല്ലാരും പാരീസിലേക്ക് കറങ്ങാൻ പോകും. RERB കയറിയാൽ മതി, നേരെ പാരീസിലോട്ട്. ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉള്ളത് മെയിൻ ആയിട്ട് എങ്ങനെ ഇവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുത്ത് വരാന്നുള്ളതാണ്. ആണ്. അപ്പൊ അപർണ എങ്ങനെയാണ് വന്നത്? ഫോർ എക്സാമ്പിൾ അഡ്മിഷന്റെ ക്രൈറ്റീരിയസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പൊ അത് ഓരോ കോഴ്സിന് ഡിപ്പെൻഡൻസി ആയിട്ടിരിക്കും. കാരണം എനിക്ക് ലൈക്ക് നമ്മുടെ ഡിഗ്രി ലൈക്ക് ദിസ് ഇസ് എ മാസ്റ്റേഴ്സ് കോഴ്സ്. അപ്പോൾ ഞങ്ങൾക്ക് ബാച്ചിലേഴ്സ്, പിന്നെ സ്കൂൾ 10th +1 +2 എല്ലാത്തിന്റെ മാർക്ക് എല്ലാത്തിന്റെയും മാർക്ക് അനലൈസ് ചെയ്യുമോ?
എല്ലാം ചെയ്യും. അതിന്റെ കൂടെ ഇതൊരു ഇന്റർനാഷണൽ പ്രോഗ്രാം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഫുൾ ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ടോഫിൽ അല്ലെങ്കിൽ IELTS. ഫ്രഞ്ച് വേണ്ട. ഓ അത് വേണം. ആ ഇംഗ്ലീഷോ ഫ്രഞ്ച്? ഇംഗ്ലീഷ് വേണം. ലൈക്ക് അവർക്ക് എന്റെ കോഴ്സിന് അവർക്കൊരു 90 എബോ, ലൈക്ക് ടോഫിൽ ആണെങ്കിൽ 90 എബോയും IELTS ആണെങ്കിൽ 6.5 കാട്ടി കൂടുതൽ വേണം. 6.5 പോരാ, അതിൽ കൂടുതൽ വേണം. പ്രിഫറൻസ് ആണത്. കൂടുതലുള്ളവർക്ക് പ്രിഫറൻസ് കൂടും കിട്ടാനായിട്ടുള്ള. അതിന്റെ കൂടെ ബാക്കി ലേറ്റസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത ഡിഗ്രിയുടെ മാർക്ക് വേണം, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പിന്നെ എന്തെങ്കിലും നിങ്ങൾ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വേണം, പിന്നെ മോട്ടിവേഷൻ ലെറ്റർ, റെക്കമെൻഡേഷൻ ലെറ്റർ നമ്മുടെ കോളേജിൽ നിന്നുള്ളതാണ്. കോളേജിൽ നിന്നുള്ള. ലൈക്ക് ഇപ്പൊ ഞാൻ ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ അവിടത്തതും പിന്നെ ഞാൻ കോളേജിൽ പഠിച്ചിട്ടുള്ളത് ആണ്. പക്ഷെ റെക്കമെൻഡേഷൻ ലെറ്റർ അല്ലായിരുന്നു, ഞങ്ങൾക്ക് മെയിൽ കൊടുത്താൽ മതിയായിരുന്നു. ഡയറക്റ്റ് ലിങ്ക് പോകും, പ്രൊഫസേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് പോകും, അവര് ഫില്ല് ചെയ്ത് അയക്കണം തിരിച്ച്. അതായത് ഇത്രയും ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാം. അതെ, ഞാനിപ്പോ ഒരു ഏജൻസി വഴിയായിരുന്നു അപ്ലൈ ചെയ്തത്. പക്ഷെ ഏജൻസിയുടെ അത്ര ഇതൊന്നും വേണ്ട, സ്വയം അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ ആക്ച്വലി. കോളേജിൽ അഡ്മിഷൻ തന്നെ അപ്ലൈ ചെയ്യുക. കാരണം പബ്ലിക് യൂണിവേഴ്സിറ്റികളില് ഹായ് പറഞ്ഞിട്ട് പോയാ ഹായ് തിരിച്ച് പറയണല്ലോ. അപ്പൊ അതായത് പബ്ലിക് യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ഏജൻസിക്ക് ഒന്നും ചെയ്യാനില്ല. വിസയുടെ കാര്യത്തിന് മേ ബി ഹെൽപ്ഫുൾ ആയിരിക്കും സംടൈംസ്. കാരണം പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുവാണെങ്കിൽ എല്ലാം യൂണിവേഴ്സിറ്റി തന്നെ ചെയ്യും, നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവരുടെ സഹായമാണ് ഫുള്ള്. അപർണയുടെ കാര്യത്തിൽ യൂണിവേഴ്സിറ്റി അപ്പൊ എങ്ങനെ എന്തൊക്കെ ചെയ്തു? എനിക്ക് ആക്ച്വലി യൂണിവേഴ്സിറ്റിയുടെ സഹായവും വേണ്ടായിരുന്നു. കാരണം എനിക്കൊരു സ്കോളർഷിപ്പ് ഉണ്ട് ക്യാമ്പസ് ഫ്രാൻസിന്റെ. അപ്പൊ ക്യാമ്പസ് ഫ്രാൻസ് നമ്മുടെ എംബസിയുടെ ആയിരുന്നു ഫുൾ ഹെൽപ്പ്. അവരുടെ വകയാണ് ഞങ്ങളിപ്പോ നിൽക്കുന്ന ക്രൂസ് ആയാലും എല്ലാം അവരാണ്. സ്കോളർഷിപ്പ് എംബസിയുടെ വകയാണ്. ഇവിടെ വരുമ്പോ അത് ക്യാമ്പസ് ഫ്രാൻസ് ആയിരിക്കും പിന്നെ നമ്മുടെ ഫോൾഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മുടെ ഫ്രഞ്ച് എംബസി ഓഫ് ഇന്ത്യ ഫ്രഞ്ച് ഗവൺമെന്റ് സ്കോളർഷിപ്പ് ആണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ നമ്മള് ഇപ്പം അപർണ പറഞ്ഞതുപോലെ ആ ഇത്രയും ഡോക്യുമെന്റ്സും മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് കിട്ടുന്നത് അതെങ്ങനെയാണ്? സ്കോളർഷിപ്പ് സെപ്പറേറ്റ് ആണ്. ക്യാമ്പസ് ഫ്രാൻസിന്റെ ആണെങ്കിൽ നമ്മള് ഓൾറെഡി കഴിഞ്ഞു, ഡേറ്റ് കഴിഞ്ഞു, ഇപ്രാവശ്യത്തെ ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ അഡ്മിഷൻ ലെറ്റർ വേണം ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ലെറ്റർ, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു പ്രൂഫ്. അഡ്മിഷൻ ലെറ്ററും അത് മതി. അതിന്റെ കൂടെ അവരുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം. ഇന്റർവ്യൂ അല്ല, ലൈക്ക് നമ്മള് ഒരു അഡ്മിഷൻ ഫോം ആണ്, അതിന്റെ അകത്ത് ക്വസ്റ്റ്യൻസ് ആണ്. എന്തുകൊണ്ട് ഈ കോഴ്സ് എന്നുള്ള രീതിയിലുള്ള ആൻസേഴ്സ്. എപ്പോഴാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്? കോഴ്സ് ഞങ്ങളുടേത് സെപ്റ്റംബർ ആണ്. ഫ്രാൻസിൽ ഓൾമോസ്റ്റ് എല്ലാ കോഴ്സും സെപ്റ്റംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗോപിയാണോ വീഡിയോ എടുക്കുന്നത്? ഗോവയ്ക്കും സെപ്റ്റംബറിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ സെപ്റ്റംബറിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ നമ്മൾ അതിന് എപ്പോ അപ്ലൈ ചെയ്യണം? ഈ സ്കോളർഷിപ്പ് എല്ലാം കിട്ടണമെങ്കിൽ എപ്പോ അപ്ലൈ ചെയ്യണം? ഡിസംബർ മാക്സിമം ഡിസംബറിൽ തുടങ്ങണം. പക്ഷെ ഒക്ടോബർ നവംബറിൽ തുടങ്ങിയാൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പൊ അതായത് ഈ വർഷത്തെ സെപ്റ്റംബറിലേക്ക് വരാൻ നിൽക്കുന്നവരാണെങ്കിൽ സ്കോളർഷിപ്പിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. ഇനിയില്ല. പക്ഷെ കോളേജുകളിൽ അപ്ലൈ ചെയ്യാം. യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് ഓപ്പൺ ആണ്. യൂണിവേഴ്സിറ്റിയുടെ സ്കോളർഷിപ്സ് ഉണ്ട്. അത് പക്ഷെ സെലക്ടഡ് സ്റ്റുഡൻസിന് മാത്രമായിരിക്കും. ഓൾറെഡി അഡ്മിഷൻ കിട്ടിയിട്ട് അവര് സെലക്ട് ചെയ്യും സ്റ്റുഡൻസിന്, എന്നിട്ട് വീണ്ടും ഒരു ഇന്റർവ്യൂ ഉണ്ട്. അങ്ങനെ അപ്പൊ അങ്ങനെ അഡ്മിഷൻ കിട്ടി, സ്കോളർഷിപ്പും കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം വിസയാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഫ്രാൻസിന്റെ ലോങ് സ്റ്റേ വിസ അപ്ലൈ ചെയ്യുന്നു. അത് കോളേജ് ഹെൽപ്പ് ചെയ്യുമോ? ഇല്ലല്ലോ. ഹെൽപ്പ് ചെയ്യും. എല്ലാം നമുക്ക് എന്ത് ഡോക്യുമെന്റ് വേണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ അറിയിക്കാം. ഡോക്യുമെന്റ് വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അല്ലാതെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇന്റർനാഷണൽ വെൽക്കം ഡെസ്ക് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അവർക്ക് മെയിൽ അയച്ചാൽ മതി. ഇപ്പൊ വിസയുടെ കാര്യം വരെ അവര് നമുക്ക് എന്തൊക്കെ വേണം, എങ്ങനെ പ്രൊസീഡ് ചെയ്യണം, എല്ലാം അവര് ഹെൽപ്പ് ചെയ്യും. ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ അക്കോമഡേഷൻ ആയിട്ട് എന്തായാലും നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ തന്നെ അവരുടെ ഹെൽപ്പിംഗ് ഉണ്ട്. അപ്പൊ അതായത് നിങ്ങൾ ഇപ്പൊ നോർമലി നമ്മൾ വിസയ്ക്കെല്ലാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അക്കോമഡേഷന്റെ ഒരു കോൺട്രാക്ട് കാണിക്കണം, ഇത്ര മാസം സ്റ്റേ ചെയ്യുന്നതിന്റെ ഒരു ഫീസ് കാണിക്കണം, ഫിനാൻഷ്യൽ എക്സ്പെൻസ്. അപ്പൊ അതൊക്കെ അതും നിങ്ങളുടെ കോളേജ് തരും? അതൊക്കെ ഞങ്ങൾക്ക് ഉള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്യാമ്പസ് ഫ്രാൻസ് സ്റ്റുഡൻസ് ആണ്. ഡെവലപ്മെന്റ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ഹെൽത്ത് പ്രോഡക്ട്സ് അതാണ് അപർണ പഠിക്കുന്നത്. ഗോവയെ പഠിക്കുന്നത് ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, സയൻസും എഞ്ചിനീയറിംഗും രണ്ട് ഫീൽഡാണ്. ഈ ഒരു വീഡിയോയിൽ രണ്ട് ഫീൽഡിൽ ആൾക്കാർ വന്നത്. നമ്മൾ അപ്ലൈ ആണെങ്കിൽ
നമുക്ക് അത്യാവശ്യം നമ്മുടെ- 80% എബോ ഉണ്ട്. നമ്മളൊരു നല്ലൊരു മോട്ടിവേഷൻ ലെറ്റർ എഴുതാൻ പറ്റുമെങ്കിൽ അഡ്മിഷൻ കിട്ടും. സുഖമായിട്ട് മാർക്കൊരു വലിയൊരു വിഷയമൊന്നുമല്ല. ചാൻസസ് ഉണ്ട്. ഈവൻ മാർക്കില്ല. നമ്മുടെ മാർക്കിൽ ഒരു 60 to 70 മതി. പക്ഷെ ഇംഗ്ലീഷ് വേണം.